الحمد لله الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസികൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തഖ്വയോടുകൂടി നിലകൊള്ളണമേ എന്ന് സ്വന്തം തുറന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അർഹമർ-റഹ്മാനായ റബ്ബ് യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മുത്തഖീകളാകണമെങ്കിൽ ആദ്യം സ്വഫൊക്കെ ഒന്ന് ശരിയാക്കി. സ്വഫിലപ്പം തന്നെ പുറകിൽ വരുന്ന ആൾക്കാർക്ക് കയറാൻ സ്ഥലമില്ല. അത് സെഫ് കയറിയിരുന്ന് എല്ലാവരും ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിരിക്കുക. നമ്മൾ താഴത്ത് പരിമിതമായ സൗകര്യം ഉള്ളത് അതുകൊണ്ട് പുണ്യം നമുക്ക് മാത്രം പോരല്ലോ, എല്ലാവർക്കും കിട്ടണ്ടേ. നിങ്ങൾ കയറി പിന്നിലിരുന്ന കൂലി കുറയുള്ളൂ. കൂലി കൂടുതൽ നമുക്ക് കിട്ടേണ്ടത് ദുൽഹജ്ജിന്റെ ഏറ്റവും പുണ്യമായ ജുമയാണ്. അള്ളാഹു നമുക്ക് തരുന്ന ജുമകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജുമയാണ് ജുമ. അപ്പൊ അത് പുണ്യം കൂടുതൽ കിട്ടും മാക്സിമം. അതുകൊണ്ട് എല്ലാവരും കയറി ഇരുന്ന് സ്വഫൊക്കെ ശരിയാക്കും. ഇവിടെ കയറി മടി കാണിക്കല്ലേ, പറഞ്ഞനുസരിക്ക്. നേരത്തെ വന്നിട്ട് കുറച്ച് കൂലി വാങ്ങുന്ന ആളുകളാണ് ചാൻസ് കിട്ടിയിട്ട് പിന്നാലെ പോയിരിക്കുന്ന ആളുകൾ. കൂലി കൂടുതൽ കിട്ടാനാണല്ലോ നമ്മൾ മത്സരിക്കേണ്ടത്. മത്സരിക്കുന്നവർ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ സഫിൽ എന്നെ സ്ഥലം കിട്ടോ നോക്കണം വന്നാല്, അല്ലാതെ ഏറ്റവും പിന്നാലെ സ്ഥലം കിട്ടോ എന്നല്ല നോക്കണ്ടേ. അങ്ങനെയായിരുന്നു സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു. നമ്മളങ്ങനെ ആവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് ഇങ്ങനെ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ 3 ആളുകൾ വന്നു. ഒന്നാമത്തെ ആള് ഏറ്റവും മുന്നിൽ വന്നിരുന്നു, രണ്ടാമത്തെ ആള് പിന്നാലെ പോയിരുന്നു, മൂന്നാമത്തെ ആളിനെ നോക്കിയിട്ട് അങ്ങനെ തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? സ്വർഗത്തിലേക്ക് 3 ആളുകൾ വന്നു. ഒരാൾ ഏറ്റവും മുന്നിൽ വന്നിരുന്നു, അയാളെ സ്വർഗത്തിൽ അള്ളാഹു ഏറ്റവും മുന്നിലാക്കി. രണ്ടാമത്തെ ആള് നാണിച്ചിട്ട് പിന്നാലെ പോയിരുന്നു, അയാൾ സ്വർഗത്തിൽ ഏറ്റവും പിന്നിലായി പോയി.
മൂന്നാമത്തെ ആള് അതിനെ അവഗണിച്ചുകൊണ്ട് പോയി, അവന് സ്വർഗമേ ഇല്ല, അവൻ അള്ളാഹു സ്വർഗം ഒഴിവാക്കിയെന്ന്. അപ്പൊ പള്ളിയിൽ വന്നാലുള്ള അദബാണത്. നമ്മള് പള്ളിയിലാവട്ടെ, അതുപോലെ ഇൽമിന്റെ സദസ്സുകളാവട്ടെ, ഏറ്റവും മുന്നിൽ സ്ഥലം കിട്ടുമെന്ന് നോക്കണം കേട്ടോ. പക്ഷെ വൈകി വരുന്ന ആളുകളെ ചാടിക്കടന്ന് വരാൻ പാടില്ല, അത് തെറ്റാണ്. അപ്പൊ സകല നന്മയും പോകും. വൈകി വരുന്ന ആളുകൾ അവിടെ ഇരിക്കുകയാണ് വേണ്ടത്, അവരാളുകളെ ചാടി വരരുത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയെ ശക്തമായിട്ട് ശകാരിക്കുകയുണ്ടായി. ജനങ്ങളെ ഉപദ്രവിക്കരുത്, അവിടെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞ് ശകാരിക്കുകയുണ്ടായി. അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണം. ആരെയും കുറ്റപ്പെടുത്താനും ശകാരിക്കാനുള്ള ദീനിന്റെ ഹുക്മുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പുണ്യമാക്കിയ നാളുകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. റബ്ബ് പുണ്യമാക്കിയ ഏറ്റവും പുണ്യമായ 3 പത്തുകളാണുള്ളത്. നമുക്കറിയാം, 1 മുഹറത്തിലെ ആദ്യത്തെ 10 ദിവസമാണ്, 2 റമദാന്റെ അവസാനത്തെ 10 ദിവസമാണ്, 3 ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അപ്പോൾ ഈ ദിവസങ്ങളിലുള്ള ജുമുഅ എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമാണ്, വളരെ ശ്രേഷ്ഠമാണ്. വെള്ളിയാഴ്ച തന്നെ സയ്യിദുൽ അയ്യാമാണ്, വഈദുൽ മുഅ്മിനീനാണ്, സത്യവിശ്വാസികളുടെ പെരുന്നാളാണ്, ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയാണ്, സ്വർഗത്തിലാക്കിയത് വെള്ളിയാഴ്ചയാണ്, ഭൂമിയിലേക്ക് പറഞ്ഞയച്ച വെള്ളിയാഴ്ചയാണ്. ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. ലോകം അവസാനിക്കുന്നതും ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അങ്ങനത്തെ ദിവസം, അതും ദുൽഹിജ്ജിന്റെ ആദ്യത്തെ 10-ലാവുമ്പോഴും ഏറ്റവും ശ്രേഷ്ഠമായത്. അപ്പൊ അള്ളാഹു ഇതിന്റെ എല്ലാ പുണ്യം നമുക്ക് ലഭിക്കുമാറാകട്ടെ. മഗ്‌രിബ് വരെയും ഈ ചിന്ത നമുക്ക് ഉണ്ടാവണം. പ്രാർത്ഥനയും ദിക്റുകളുമായി നമ്മൾ കഴിഞ്ഞുകൊണ്ട് ജോലി തിരക്കിലാണെങ്കിലും ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഓർമ്മ വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇങ്ങനെയുള്ള ദിക്റുകൾ അധികപ്പെടുത്തേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മോട് പറയുന്നു, വലഖദ് കറംനാ ബനീ ആദം വഹമൽനാഹു ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് വഫضلناهم على كثير ممن خلقنا تفضيلا. അല്ലാഹു ആദം സന്തതികളെ, മനുഷ്യരെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു. അവന് കരയിലൂടെയും കടലിലൂടെയും സഞ്ചരിപ്പിക്കുന്നു അല്ലാഹു. അതുപോലെ അവന് ഏറ്റവും വിശിഷ്ടമായ നല്ല ഭക്ഷണങ്ങൾ അല്ലാഹു നൽകുന്നു. മറ്റുള്ള എല്ലാ സൃഷ്ടികളിലും വെച്ച് ഒരുപാട് പ്രത്യേകതകൾ കൊടുത്ത് മനുഷ്യന് അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന് പറയാം. അങ്ങനെയുള്ള മനുഷ്യരാണ് ആദമിന്റെ മക്കളെല്ലാവരും. ജാതി മത വർഗ ഭേദമന്യേ എല്ലാ മനുഷ്യരെ കുറിച്ചുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായവരാണ് മുഅ്മിനീങ്ങൾ. അള്ളാഹു നമ്മളെ ആ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പവിത്രമായ ദിവസത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ കഅബയിൽ എത്തിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ, ഏകദേശം 30 ലക്ഷത്തിലധികം ആളുകൾ കഅബയിൽ ഹജ്ജ് ചെയ്യാൻ പോവുകയാണ്. അള്ളാഹു അവരുടെ എല്ലാം ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാകട്ടെ. നമുക്കും അവിടെ എത്തിപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഈ ഹജ്ജിന് അവസരം ലഭിക്കാത്ത മുഅ്മിനീങ്ങൾ, അവർ ഉലൂഹിയ്യത്തിന് വേണ്ടി ദുൽഹിജ്ജ് മാസത്തിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കർമ്മമായ യൗമുൻ നഹ്റിൽ ആ വലിയ കർമ്മത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനു വേണ്ട ഒരുക്കള വാങ്ങി, അതിനെ കുളിപ്പിച്ച് ശുശ്രൂഷിച്ച് അതിനെ നോക്കി ആ നിയത്തോട് കൂടിയിട്ട് ആളുകൾ കാത്തിരിക്കുകയാണ് പെരുന്നാളിന് വേണ്ടിയിട്ട്. ഈ സന്ദർഭത്തിൽ മുഅ്മിനീങ്ങൾ ഓർക്കേണ്ടുന്ന ചില സംഭവങ്ങളിലെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. അഥവാ ഹജ്ജത്തുൽ വിദാ ആണ് അത് സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആകെ ഒരു ഹജ്ജാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരു ഹജ്ജാണ് നിർവഹിച്ചിട്ടുള്ളത്. ആ ഹജ്ജിനെ ഹജ്ജത്തുൽ വിദാ എന്നാണ് പറയുന്നത്, വിടവാങ്ങൽ ഹജ്ജ് എന്നാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നടത്തി സഫയുടെ മുകളിൽ ഒറ്റയ്ക്ക് നിന്നപ്പോൾ, പിന്നീട് അറഫയിലെ നമിറ മുന്നിൽ കയറി നിൽക്കുമ്പോ മുന്നിൽ 1.25 ലക്ഷത്തോളം സ്വഹാബത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ സദസ്സിൽ വെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്.
അതാണ് അറഫ പ്രഭാഷണം എന്ന് പറയുന്നത്. ആ അറഫ എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു അത്ഭുതമാണ്. അറഫയിൽ സമ്മേളിക്കുന്നത് ലോകം മുഴുവനാണ്. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും, എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ ജില്ലകളിൽ നിന്നും വിശ്വാസികൾ അവിടെ എത്തിയിരിക്കുകയാണ്. അതുപോലെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും, ആ രാജ്യങ്ങളിലെ എല്ലാ മുക്കുമൂലയിൽ നിന്നും എണ്ണപ്പെട്ട അള്ളാഹു വിധിച്ച പ്രതിനിധികൾ, ആണും പെണ്ണും കുട്ടികളും യുവാക്കളും വൃദ്ധരും അവിടെ എത്തിയിരിക്കുകയാണ്. അവരെല്ലാവരും ദുൽഹജ്ജിന്റെ 9 ഒരുമിച്ച് കൂടേണ്ടുന്ന, ഒരാളും ഒഴിവാകാതെ നിൽക്കേണ്ട ഒരു കർമ്മമാണ് അറഫ എന്ന് പറയുന്നത്. കല്ലേറാണെങ്കിൽ ചില ആളുകൾ കുറച്ച് ദിവസം മുന്നേ അല്ലെങ്കിൽ പിന്നെ കുറച്ച് അങ്ങനെയൊക്കെ ആളുകൾ വന്നു പോയി വിരിക്കും. പക്ഷേ അറഫയിൽ അങ്ങനെയല്ല, എല്ലാവരും ഒരുമിച്ച് അവിടെ നിൽക്കണം. അറഫയിൽ എല്ലാവരും ഒരുമിച്ച് അവിടെ ഉണ്ടാവണം. അതാണ് അറഫയുടെ പ്രത്യേകത. ലോകം മുഴുവൻ ഒരു താഴ്വരയിൽ ഒരുമിച്ച് കൂടിയ, പല ഭാഷയും പല വർണ്ണവും പല തരത്തിലുള്ള സ്വഭാവ സംസ്കാരവും രൂപവുമുള്ള മനുഷ്യരെല്ലാവരും ഒരുമിച്ച് അവിടെ കൂടുകയാണ്. നാളെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ മഹ്ശറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു രംഗം കൂടിയാണ് അറഫ എന്ന് പറയുന്നത്. പടച്ചവന്റെ മുമ്പിൽ ഇതുപോലെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസം. ആ അറഫയിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു ഖുത്ബ നടത്തുകയുണ്ടായി. ളുഹറിന് മുന്നേ ഒരു ഖുത്ബ നടത്തുകയും പിന്നീട് അവിടുന്ന് നമസ്കരിക്കുകയും ചെയ്യുകയുണ്ടായി. അതിൽ ധാരാളം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മത്തിനെ ഉപദേശിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം പാടെ നമുക്ക് ഒരു ഖുത്ബയിലല്ല പല ഖുത്ബകളിലായി പറയാൻ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഹദീസുകൾ പരന്നു കിടക്കുകയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില അത്യാവശ്യമായ ചില വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടുന്ന ചില വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം പറഞ്ഞത് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ, അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇസ്മഉ മിന്നി, നിങ്ങൾ എന്നെ ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കണേ. ഉബയ്യിനലക്കും, ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തരാം. فإني لا أدري لعلي لا ألقاكم بعد عامي هذا في موقفي هذا. നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതുപോലെ ഇനിയൊരിക്കൽ നിങ്ങളുടെ കൂടെ ഈ സ്ഥലത്ത് നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അതായത് ഞാൻ വിട കൊള്ളാൻ പോവുകയാണ് എന്ന് മുഴുവൻ സ്വഹാബത്തിനോടും ഒരൊറ്റ വാക്കിൽ റസൂൽ പറയുകയാണ്. അത് കേട്ടപ്പോ സ്വഹാബത്തെല്ലാവരും തലയിൽ പക്ഷികളിരിക്കുന്നത് പോലെ അനങ്ങാതെ, സകല സ്വഹാബത്തിന്റെയും കണ്ണുകൾ നിറഞ്ഞ്, എല്ലാവരുടെയും നോട്ടം, എല്ലാവരുടെയും മനസ്സ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കായി. ഒന്നുമല്ലാത്ത തങ്ങളെ വെറും ഒരു അന്ധകാരത്തിൽ ഇരുട്ടിൽ കിടന്നിരുന്ന, സ്വതന്ത്രമില്ലാത്ത സമാധാനമില്ലാത്ത കലാപങ്ങളും കാലുഷ്യങ്ങളും വൃത്തികേടുകളുമായി നടന്ന സമൂഹത്തെ ലോകം ആദരിക്കുന്ന ഉത്തമമായ സമൂഹമാക്കി കൊണ്ടുവന്ന്, അതിനുവേണ്ടി നാടും വീടും കുടുംബവും മക്കളെയും വരെ ഉപേക്ഷിച്ച് അടിയും തല്ലും കൊണ്ട്, ചീത്ത കേട്ടുകൊണ്ട്, മുറിവേറ്റുകൊണ്ട്, പട്ടിണി കിടന്നുറക്കമൊഴിച്ച് യാത്ര ചെയ്ത ആ തങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ തങ്ങളെ വിട്ട് പോവുകയാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞ സ്വഹാബത്തെല്ലാവരും വളരെ അധികം നിശബ്ദരായി അത് കേൾക്കുകയാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആ സ്വഹാബത്തിനോട് പറഞ്ഞു. അപ്പോൾ മരണത്തെ കുറിച്ചാണ് റസൂൽ ആദ്യമായിട്ട് പറഞ്ഞത്. നമ്മൾ എല്ലാവരും മരിക്കേണ്ടവരാണ്. നമ്മൾ എല്ലാവരും മരണത്തെ കുറിച്ച് എപ്പോഴും ഓർക്കണം. മരണം എന്നത് ഒരു മനുഷ്യന് ജീവിക്കാനുള്ള ധൈര്യവും ആവേശവും നൽകും. എന്താ കാരണം? എനിക്ക് കുറച്ച് സമയമുള്ളൂ, അപ്പൊ ഒരുപാട് കാര്യം എനിക്ക് ചെയ്യാണ്ട്, മടിയനായി അലസനായി എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ സമയം മാക്സിമം ഞാൻ ഉപയോഗപ്പെടുത്തണം എന്ന ചിന്ത, അത് മരണത്തിന് മാത്രമേ നൽകാൻ കഴിയൂ. അതുപോലെ തന്നെ എന്റെ പ്രവൃത്തികളും എന്റെ സ്വഭാവം നന്നാക്കണം, ഞാൻ മരിച്ചു പോകും എന്ന ഒരു മനുഷ്യനെ ഒരു നല്ല സംസ്കാരത്തിലേക്ക്, ഒരു ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരാൻ മരണത്തിന് കഴിയുമെന്നാണ്
മറ്റുള്ളവരോട് നന്നായി പെരുമാറാൻ, മറ്റുള്ളവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ, ബന്ധങ്ങൾ സ്ഥാപിക്കാൻ, സമ്പാദ്യവും ചിലവുമെല്ലാം നിയന്ത്രിക്കാൻ, അങ്ങനെ എല്ലാത്തിനുമുള്ള ശക്തിയാണ് മരണം. മരണം എന്ന് പറഞ്ഞാൽ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ട സംഗതിയല്ല, മറിച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ടുന്ന, അതിനുവേണ്ടി ഒരുങ്ങേണ്ടുന്ന, പടച്ചവൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് പോകാൻ എനിക്ക് കുറച്ച് സമയമേ ഉള്ളൂ എന്ന ഉണർത്തലാണ് മരണത്തെ ഓർക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ആ ഓർമ്മ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട്. രണ്ടാമതായി അല്ലാഹു റസൂൽ പറഞ്ഞു, ഓ മനുഷ്യരെ, നിങ്ങളെല്ലാവരും തുല്യരാണ്, എല്ലാവരും തുല്യരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ നമ്മളെ പറയുകയാണ്. വലഖദ് കറംനാ ബനീ ആദം, ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. മുസ്ലിങ്ങൾ ആദരിച്ചു അല്ലെങ്കിൽ യഹൂദർ ആദരിച്ചു എന്നല്ല അവിടെ പറഞ്ഞത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷയുടെയോ രാജ്യത്തിന്റെ പേരല്ല പറഞ്ഞത്. ആദമിന്റെ മക്കൾ മുഴുവൻ മനുഷ്യരെയും ഞാൻ ആദരിച്ചിരിക്കുന്നു. അല്ലാഹു ആദരിച്ച ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠരായ സൃഷ്ടികളാണ് മനുഷ്യരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യരോടൊപ്പം പറയുന്നത്, നിങ്ങളെക്കാൾ താഴ്ന്നവരുടെ മുമ്പിൽ തല താഴ്ത്തരുത്, അവരോട് നിങ്ങൾ അപേക്ഷിക്കരുത്, അവരെ നിങ്ങൾ ആരാധിക്കരുത്. നിങ്ങൾ സൃഷ്ടിച്ച ഏറ്റവും ഉത്തമരായി നിങ്ങളെ സൃഷ്ടിച്ച ഏറ്റവും മഹാനായ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് റബ്ബ് പറയുകയാണ്. കാരണം മറ്റെല്ലാം മനുഷ്യനെക്കാളും താഴെയും, മനുഷ്യനെക്കാളും താഴെയാണ് എല്ലാം. സൂര്യനാവട്ടെ, ചന്ദ്രനാവട്ടെ, വെള്ളമാകട്ടെ, അഗ്നിയാവട്ടെ, എല്ലാം മനുഷ്യനെക്കാൾ താഴെയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളെല്ലാവരും കുല്ലുക്കും മിന്നാർ വആദമു മിൻ തുറാബ്, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നുള്ളവരാണ്. ആദമാകട്ടെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഇലാഹു ഒന്നാണ്. അലാ ഇന്ന റബ്ബക്കും വാഹിദുൻ വഇന്ന അബാക്കും വാഹിദുൻ ലാ ഫളല ഇല്ലാ لا فضل لعربي على أجمي ولا لأجمي على عربي ولا أحمر ولا على أسود ولا أسود على أحمر إلا التقوى. അല്ലാഹു റസൂൽ പറയുകയാണ്, എല്ലാ കാലത്തും പ്രസക്തമായ ലോകത്ത് ഒന്നാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമെന്ന് ലോക ചരിത്രകാരന്മാരെ വിലയിരുത്തിയ പ്രഭാഷണ പറയുകയാണ്, നിങ്ങളുടെ എല്ലാവരെയും സൃഷ്ടാവ് ഒന്നാണ്. അതെ, വലിയവർക്ക് വലിയ സൃഷ്ടാവെന്നോ ചെറിയവർക്ക് ചെറിയ സൃഷ്ടാവോ എന്നോ ഇല്ല. എല്ലാവരുടെയും പടച്ചവൻ ദൈവം ആരാധിക്കുന്നതാണ്. അല്ലെ, അത് വല്ലാത്ത സന്ദേശം, ഇസ്ലാമിന്റെ മാത്രം പ്രഖ്യാപനം. അല്ലാത്തടങ്ങൾ നോക്കാം, പലർക്കും പല ഇലാഹുകളാണ്, അല്ലേ? പലർക്കും പല ഇലാഹുകളാണ്. മുതിർന്ന ജാതിക്കാർക്ക് വലിയ ദൈവങ്ങൾ, താഴ്ന്ന ജാതിക്കാർക്ക് ചെറിയ ദൈവങ്ങൾ. അങ്ങനെ സങ്കല്പമല്ല. ലോകത്തിനോട് പറയണ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരേ ഒരു ഇലാഹ് മാത്രമേ നിങ്ങൾക്കുള്ളൂ. നിങ്ങളെല്ലാവരും ആദമിന്റെ സന്തതികളാണ്. അതെ, നിങ്ങളുടെ മക്കളിൽ കറുത്തതും മുഴത്തതും ഉള്ളതുപോലെ തന്നെ ആദമിന്റെ മക്കളിൽ കറുത്തതും മുഴത്തതുമുണ്ട്. ഏത് പ്രകാരം എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അതെ, മണ്ണ് പല രൂപത്തിലും ഗുണത്തിലുമുള്ളതാണ്. ഓരോരുത്തരെയും മണ്ണിനനുസരിച്ചുകൊണ്ടാണ് അവരുടെ നിറം, അവരുടെ സ്വഭാവം രൂപപ്പെടുക. അല്ലെ, എല്ലാ മണ്ണിനും ഒരേ സ്വഭാവമാണ്. മണ്ണ് കുടിക്കുന്ന മണ്ണ്, കുടിക്കാത്ത മണ്ണ്, അല്ലെ, കൃഷി ഉണ്ടാകുന്ന മണ്ണ്, ഉണ്ടാകാത്ത മണ്ണ്, ഇങ്ങനെ മണ്ണ് പല സ്വഭാവത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ മണ്ണിന്റെ, ഭൂമിയിലെ സകല മണ്ണിന്റെയും സത്തെടുത്തുകൊണ്ടാണ് അതിൽ നിന്ന് ആ മനുഷ്യൻ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഏത് മണ്ണിന്റെ സത്താണോ നമ്മൾക്കുള്ളത്, ആ നിറം നമുക്കുണ്ടാവും, ആ സ്വഭാവം നമുക്കുണ്ടാവും, ആ മണം നമുക്ക്. എല്ലാ മനുഷ്യന്റെയും മണം കാണും അല്ല, എല്ലാവരും വേർപ്പിന്റെ മണം കാണും അല്ല, വ്യത്യസ്ത മണമാണ്, സ്വഭാവം വ്യത്യസ്തമാണ്, രൂപം വ്യത്യാസമാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾ സൃഷ്ടിച്ച മണ്ണിന്റെ ഏതിൽ നിന്നാണോ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്, ആ മണ്ണിന്റെ വിവിധ സ്വഭാവങ്ങൾ ഉണ്ടാവും മനുഷ്യന്. അതുകൊണ്ട് ആരും ആരെക്കാളും ചെറുതല്ല, വലുതല്ല, ആരും ആരെക്കാളും ഉയരവും താഴ്ചയിലുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പിതാവെന്നാണ്.
ആരും വലുമത്തരം നടിക്കേണ്ടതില്ല. അറബികൾക്ക് അനർബികളായ അറബികളല്ലാത്തവരെക്കാൾ യാതൊരു പ്രത്യേകതയും ഇല്ല. അറബിയല്ലാത്തവർക്ക് അറബികളെക്കാൾ ഒരു പ്രത്യേകതയുമില്ല. ചുവന്ന തുടുത്ത മനുഷ്യന് കറുത്ത മനുഷ്യനേക്കാൾ യാതൊരു പ്രത്യേകതയുമില്ല. അതുപോലെ കറുത്തവന്റെ വെളുത്തവനേക്കാൾ ചുവന്നവനേക്കാൾ ഒരു പ്രത്യേകതയുമില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ ഭക്തിയും സൂക്ഷ്മതയും അല്ലാതെ നിങ്ങളെ വേർതിരിക്കുന്ന ഒരു ഘടകവുമില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഓ മനുഷ്യരെ, നിങ്ങളെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പല ഗോത്രങ്ങളും കബീലുകളും നാട്ടുകാരും ഭാഷക്കാരും ഒക്കെ ആക്കി മാറ്റിയത്. നിങ്ങളിലെ ഏറ്റവും നല്ല അടുക്കൾ സാമീപ്യം സിദ്ധിച്ച ആളുകൾ നിങ്ങൾ ഏറ്റവും തഖ്വയുള്ള ആളുകളാണ്. അതാണ് അല്ലാഹു റസൂൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മനുഷ്യർ തുല്യരാണ് എന്ന് ആ മുഴുവൻ മനുഷ്യരുടെ മുമ്പിലും പറയാൻ. അപ്പൊ ആ കേൾക്കുന്നവരിൽ ചുവന്ന് തുടുത്ത പാർഷികളുണ്ട്, വെളുത്ത ഗോതമ്പിന്റെ മണമുള്ള മക്കക്കാരും അറേബ്യക്കാരുമുണ്ട്, അതുപോലെ കറുത്ത ആഫ്രിക്കൻ വംശജക്കാരുണ്ട്, നല്ലോണം വെളുത്ത യൂറോപ്യന്മാരുമുണ്ട്. എല്ലാ മനുഷ്യരും നിൽക്കുന്ന ആ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ ആ സമത്വം അവരെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആരും ആരെക്കാളും മുന്നിലോ പിന്നിലോ അല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അടുത്തതായിട്ട് പറയുന്നു, മനുഷ്യരോട് പറയുകയാണ്, നിങ്ങൾ ഒരാളും മറ്റൊരാളുടെ ജീവനോ സമ്പത്തോ അഭിമാനമോ നിങ്ങൾ കവർന്നെടുക്കാൻ പാടില്ല. അല്ലെ, ഇന്ന് നടക്കുന്ന യുദ്ധങ്ങൾക്ക് എന്തിനു പേരില്ല? ഇന്നിപ്പോ നടക്കുന്ന യുദ്ധം പലസ്തീൻ, എന്തിനാ യുദ്ധം നടക്കുന്നത്? പലസ്തീൻ പിടിച്ചെടുക്കാൻ യഹൂദികൾ നടത്തുന്ന യുദ്ധം. ഇറാനെതിരെ യുദ്ധം നടത്തുന്നു ഇസ്രായേലും അമേരിക്കയും. എന്തിനാണ് നടത്തുന്നത്? ഇറാന്റെ എണ്ണയും ഗൾഫിലെ എണ്ണയിലൊക്കെ ആ സമ്പത്ത്, ആ സോഴ്സ് അവരുടെ അണ്ടറിൽ വരണം. അതുകൊണ്ട് അവിടെ ആരും വെറുതാകാൻ പാടില്ല. അല്ലെ, ഇങ്ങനെ മറ്റുള്ളവരുടെ സമ്പത്തിലും അവരുടെ അധികാരത്തിലും കണ്ണുവെച്ചുകൊണ്ട് ഇന്നും പുരോഗതിയിലെത്തി എന്ന് പറയുന്ന സമൂഹം മറ്റുള്ളവരെ തട്ടിപ്പറിക്കാൻ അവരെ കൊന്നൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ ആ അറിവില്ലാത്ത അന്ധകാരത്തിലുള്ള ആ കാട്ടറിവികളെ ലോകത്തെ ഏറ്റവും ഉന്നതമായ സമൂഹമാക്കി മാറ്റിയിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവരോട് ചോദിക്കുകയാണ്, ഈ ദിവസമേതാ, ഈ മാസമേതാ സ്വഭാവത്തെ? ഇത് ശ്രേഷ്ഠമായ ദുൽഹിജ്ജ മാസമാണ്. ഈ ദിവസമേതാണ് സ്വഭാവത്തെ? ഇത് യൗമുൻ നഹ്റാണ്. ഇത് ഏറ്റവും വലിയ, ഏറ്റവും നല്ല ഉദാത്തമായ ദിവസമാണ്. എങ്കിൽ ഈ സ്ഥലം ഏതാണ്? അല്ലാഹുവിനെ ബഹുമാനിച്ച യഹൂദരും നസാറാകളും മുസ്ലിങ്ങളും ഒരുപാട് ബഹുമാനിക്കുന്ന ഇബ്രാഹിം നബിയുടെ പാദസ്പർശനമേറ്റ അവിടുത്തെ ചരിത്രങ്ങളുള്ള ഭൂമിയാണ് അറഫ. എങ്കിൽ അല്ലാഹു റസൂൽ പറയുകയാണ്, ഫഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും. എങ്കിൽ പറയുകയാണ്, ഓ മനുഷ്യരെ, നിങ്ങളുടെ രക്തവും അഥവാ ജീവനും വഅംവാലകും നിങ്ങളുടെ സ്വത്തും വഅറാദകും നിങ്ങളുടെ അഭിമാനവും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ. ഈ ദിവസം പോലെ പുണ്യമാണ്. അതാരും തട്ടിപ്പറിക്കാൻ പാടില്ല, കയ്യേറാൻ പാടില്ല. ഫീ ശഹരിക്കും ഹാദാ, ഈ മാസം പോലെ പുണ്യമാണ്. ഫീ ബലദിക്കും ഹാദാ, ഈ മക്ക മണ്ണ പോലെ പവിത്രമാണത്. അതുകൊണ്ട് ഒരു വർഷത്തേക്കോ ഒരു നൂറ്റാണ്ടിനോ അല്ല, ലോകം അവസാനിക്കുന്നവരെ പടച്ച റബ്ബിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നവരെ അങ്ങനെയായിരിക്കണം. അതാണ് ഇസ്ലാമിന്റെ പ്രഖ്യാപനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിനോട് പറയാ, മനുഷ്യരെ അങ്ങനെയാണ്. ആരും ആരുടെയും ജീവനും സ്വത്തും അഭിമാനവും ഹരിക്കാൻ പാടില്ല. അത് ഈ മക്കയെ നശിപ്പിക്കുന്നത് പോലെ, ഈ ദിവസത്തെയും മാസത്തെയും അപമാനിക്കുന്നത് പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞവരാകട്ടെ
അല്ലെങ്കിൽ അറിയാത്തവരാകട്ടെ, കുടുംബക്കാരാകട്ടെ, അന്യരാവട്ടെ, സ്വന്തം സമുദായത്തിലോ മതത്തിലോ പെട്ടവരാകട്ടെ, അല്ലാത്തവരാകട്ടെ, ആരുടെയും ജീവനും സമ്പത്തും അഭിമാനവും ഹനിക്കാൻ പാടില്ല. അത് ഹനിച്ചാൽ മക്ക നാടിനെ അപമാനിച്ച നശിപ്പിച്ചതുപോലെയാണെന്നാണ് അള്ളാഹു റസൂൽ പഠിപ്പിച്ചത്. അതാണ് മുസ്ലിമിന്റെ സംസ്കാരമാകേണ്ടത്. ആ കാര്യം ഓരോ അറഫയും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ലോകത്തിനോട് പറയാൻ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ ഒരിക്കലും തീവ്രവാദിയാകാൻ പറ്റില്ല, ഒരിക്കലും വർഗീയവാദിയാകാൻ കഴിയില്ല, ഒരിക്കലും അക്രമിയാകാൻ കഴിയില്ല. അതാണ് അള്ളാഹുവിന്റെ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് ലോകത്ത് നടക്കുന്ന വർണ്ണ വിവേചനങ്ങൾ നമ്മൾ അറിയുന്നതാണ്. വംശത്തിന്റെയും നിറത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ഗുണത്തിലും കഴിവിലും ഒക്കെ വ്യത്യാസമാണെന്ന് വിശ്വസിക്കുന്നു. അതെ, ട്രെയിനിൽ നിന്നിട്ട് പറയും, ഞാനിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാളെന്നിങ്ങനെ പറയും, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ശരിയല്ല, നിങ്ങളെ വർഗം ശരിയല്ല, അതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവം അങ്ങനെ. കുറെ കേട്ടിരുന്നു. ദീർഘയാത്രയാ, മണിക്കൂർ കണക്കിന് മുസ്ലിങ്ങൾ ഇസ്ലാമിൽ ഇങ്ങനെ മുമ്പിൽ തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ കേട്ടിരുന്നപ്പോ ഇപ്പൊ ഞാൻ പ്രതികരിച്ചു. ആ പ്രതികരണം ഈ ഹദീസുകളും ആയത്തുകളും വെച്ച് പറഞ്ഞു കൊടുത്തു. ഇതാണ് ഇസ്ലാമിന്റെ കോൺസെപ്റ്റ്. നിങ്ങളും കഴിക്കാറില്ലേ ഭക്ഷണം? എന്നിട്ട് നിങ്ങളിൽ ആ ഒരു ഗുണമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സഹോദരനായി എന്നെ ഈ ട്രെയിനിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കില്ലായിരുന്നു. എന്താണ് ചെയ്ത തെറ്റുകൾ നിങ്ങൾ പറ. മുസ്ലിങ്ങളുടെ തെറ്റെന്താണ്, എന്താണ് നിങ്ങൾ പറയാൻ നിങ്ങൾ കേട്ടപ്പോ എല്ലാവരും ശരിയാണ്, എല്ലാവരും എന്റെ ഭാഗത്തായി. അതുപോലെ എല്ലാവരും എന്നെ ഞാൻ നോക്കി ഒരു ദയനീയമായ അവസ്ഥ. മൂപ്പര് വിചാരിച്ച എനിക്കൊന്നും പറയാനില്ല, ഞാൻ അപമാനപ്പെട്ടിരിക്കുന്നതാണ്. ഞാൻ മൂപ്പര് വിളമ്പുന്നത്ര വിളമ്പട്ടേച്ച് മുഴുവൻ കേട്ടിരുന്നു. അവസാനം ഖുർആനും ഹദീസും കൊണ്ട് സംസാരിച്ചു. ദേഷ്യപ്പെട്ടില്ല, കയറത്തില്ല, ചീത്ത പറഞ്ഞില്ല. ഖുർആനും ഹദീസും ഇട്ടുകൊടുത്തു. അയാളാകെ ഫ്ലാറ്റായി. ട്രെയിനിലെ ആളുകൾ മുഴുവൻ വളരെ സ്നേഹത്തോടുകൂടി നമ്മോട് സംസാരിക്കാൻ തുടങ്ങി. നമുക്ക് മറുപടി ആരോടും, ഏത് വർഗീയവാദിയോടും തീവ്രവാദിയോടും വംശീയവാദിയോടും അള്ളാഹുവിന്റെ റസൂൽ സംസാരിച്ചത് ഖുർആൻ കൊണ്ടാ, അല്ലെ, ജീവിതം കൊണ്ടാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ദീനിന്റെ ഈ സന്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിച്ചാൽ, ഇത് ജനങ്ങൾക്ക് മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുത്താൽ എല്ലാ ആളുകളും ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്നവരാണ്. നോക്കൂ, ദക്ഷിണാഫ്രിക്കയിലെ കറുത്തവരും വെള്ളക്കാരുമായിട്ട് ഇപ്പോഴും നടക്കുന്ന വിവേചനം, അതുപോലെ നാസി ജർമ്മനിയിലെ ആര്യന്മാരും ജൂതന്മാരും തമ്മിൽ നടക്കുന്ന ആ വിവേചനങ്ങള്, ഇന്ത്യയിലെ സവർണരും അവർണരും തമ്മിൽ നടക്കുന്ന ജാതീയ വർഗീയ വർഗവെറികള്, ഇങ്ങനെ ലോകത്തിന്റെ ഒരു രാജ്യവുമില്ലാതെ എല്ലാ രാജ്യങ്ങളിലും ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ പേരിൽ ഈ പുരാതന കാലഘട്ടത്തിലും വിഭാഗീയതയും വേർതിരിവുകളും നടക്കുകയാണ്. അല്ലെ, അവിടെയാണ് ഇസ്ലാമിന് പറയാനുള്ളത്, എല്ലാവരും അബാക്കും വാഹിദ്, നിങ്ങളുടെ എല്ലാവരുടെയും ബാപ്പ ഒന്നാണ്. നിങ്ങളുടെ എല്ലാവരും റബ്ബുക്കും വാഹിദ്, നിങ്ങളുടെ എല്ലാവരും പടച്ചവനാണ്. ആ സമത്വത്തിന്റെ ഏകത്വത്തിലേക്ക് വിളിക്കാൻ ഇസ്ലാമിന് മാത്രമേ കഴിയൂ. ഈ നിമിഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയവന് എന്റെ പിന്നിൽ നമസ്കരിക്കാം. ഒരു പക്ഷേ ആ സൂര്യന് ഞാൻ അയാളുടെ പിന്നിൽ നമസ്കരിക്കാം. അതെ, മക്കയിലെ രാജാവ് അല്പം വൈകിട്ട് ജമാഅത്തിന് വന്നാൽ അദ്ദേഹം സുജൂദ് ചെയ്യുന്നത് ഏതോ നാട്ടിലെ ഏതോ ഒരു മനുഷ്യന്റെ കാലിന്റെ പിന്നിലായിരിക്കും അയാൾ സുജൂദ്. ഞാൻ രാജാവാണെന്ന് കരുതിയിട്ട് ആളുകളൊക്കെ മാറ്റി മുന്നിൽ പോകാൻ പാടില്ല, അയാളെ പിന്നാലെ നമസ്കരിച്ചോളണം. അതാണ് ഇസ്ലാമിന്റെ സമത്വം, ഇസ്ലാമിന്റെ സമഭാവന. അതെ, നമ്മുടെ ഒപ്പം നമ്മുടെ ടേബിൾ നമ്മുടെ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാം. കറുത്ത ആഫ്രിക്കൻ മക്കയിൽ അബൂബക്കറും ഉമറും ഉസ്മാനും സൽമാൻ ഫാഷിയും അബൂദർഹിയും അടങ്ങുന്ന ചുവന്ന് തുടുത്ത വലിയ ഗോത്രക്കാരായ പ്രധാനമാരുണ്ടാകുമ്പോ ഇസ്ലാമിന്റെ വിജയ പ്രഖ്യാപനം നടത്താൻ കഅബയുടെ മുകളിലേക്ക് അല്ലാഹു റസൂൽ കയറ്റിയത് ബിലാലിന്റെ പ്രവാഹത്തിലാണ് കറുത്ത ഒരു മനുഷ്യനെയാണ്. അതും റസൂലുള്ളാഹിന്റെ തോളിൽ ചവിട്ടിയിട്ട് ആ കഅബയിലേക്ക് കയറിയത് ഉയരം കുറവായതുകൊണ്ട്
അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ സ്വർഗം എനിക്ക് കാണിച്ചു തന്നു. ഞാനിങ്ങനെ സ്വർഗത്തിലൂടെ നടക്കുമ്പോൾ എന്റെ പിന്നാലെ ഒരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ബിലാലായിരുന്നു. അബൂബക്കറാണെന്നല്ല, ഉമറാണെന്നല്ല, അത് ബിലാലായിരുന്നു. കറുത്തവർ ആ അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ ആ സമത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെ, അമേരിക്കയിൽ ഈ അടുത്ത് നടന്ന കറുത്ത വർഗക്കാരനായ പോലീസുകാരെ ചവിട്ടിക്കൂട്ടുന്നത് നമ്മൾ കണ്ടതാ സോഷ്യൽ മീഡിയയിലൂടെ. ലോകത്തെ ചർച്ചയായതാ. എന്തിന്റെ പേരില? നിറത്തിന്റെ പേരിലാണത്. അവിടെയാണ് അറഫ പ്രസക്തമാകുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ നമുക്ക് പാഠമാകുന്നത്. കറുത്ത വർഗക്കാരെ, ഫുട്ബോൾ കളിക്കാര് ഇന്നും ഓരോ ലോകകപ്പ് നടക്കുമ്പോഴും അപമാനിക്കപ്പെടും നമ്മൾ കാണുന്നുണ്ട്. എന്തിന്റെ പേരില? നിറത്തിന്റെ പേരില്. അല്ലെ, അവിടെയാണ് ഇസ്ലാമിന് ആ സമത്വത്തിന്റെ തുല്യതയുടെ പാഠങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇസ്ലാം ഇതിനെ എല്ലാം ശക്തമായി നിൽക്കുന്നു. കറുത്തവനും വെളുത്തവനും തുല്യനാണ് അതുപോലെ എന്ന് സത്യം പഠിപ്പിക്കുന്നു അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രഭാഷണത്തിലൂടെ. അതുപോലെ തന്നെ റസൂൽ പറഞ്ഞു, ജാഹിലിയ്യത്തിന്റെ അറിവില്ലായ്മയുടെ കാലഘട്ടത്തിലുള്ള എല്ലാ തിന്മകളും നിങ്ങൾ ഒഴിവാക്കണം. റസൂൽ പറയുകയുണ്ടായി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, വസ്മഉ വഅതിഉ, എന്നെ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണമേ. എന്നിട്ട് പറയണം, നിങ്ങളുടെ ഭരണാധികാരിയായിട്ട്, നിങ്ങളുടെ നേതാവായിട്ട് ഹബശിയ വർഗത്തിൽപ്പെട്ട കറുത്ത ഒരു അടിമയാണ് വരുന്നതെങ്കിലും അയാൾ നിങ്ങളുടെ നേതാവാണെങ്കിൽ, രാജാവാണെങ്കിൽ, അയാൾ കറുത്തവനായതുകൊണ്ട് നിങ്ങൾ അയാൾ അനുസരിക്കണം, മാറി നിൽക്കരുത് എന്നാണ്. ഭരണാധികാരിയായിട്ട് വരുന്നത്, ഏറ്റവും ഉയർന്നതിൽ വരുന്നത്, പള്ളിയിൽ ഇമാമാകട്ടെ, രാജ്യത്തിന്റെ ഭരണാധികാരിയാവട്ടെ, കറുത്ത ഒരു ആഫ്രിക്കക്കാരനാണ് വരുന്നതെങ്കിലും നിങ്ങളെല്ലാവരും അയാളെ അനുസരിക്കുകയും അയാളുടെ കൽപ്പനകൾ കീഴ്പ്പെടുകയും ചെയ്യണം. അതാണ് ഇസ്ലാം. അങ്ങനെ ഇസ്ലാം സമത്വം പഠിപ്പിക്കുന്നു. മാത്രമല്ല, ജാഹിലിയ്യത്തിന്റെ എല്ലാ തിന്മകളും ഒഴിവാക്കാൻ അല്ലാഹു റസൂൽ പറയുകയാണ്, ഫലാ തർജിഉ ബഅദി കുഫാറൻ യദ്രിബു ബഅദുകും ബിമാറഹും, നിങ്ങൾ നിഷേധികളായിക്കൊണ്ട് എനിക്ക് ശേഷം നിങ്ങൾ പരസ്പരം കടുത്തു മുറിക്കുന്ന, കൊല ചെയ്യുന്ന ആളുകളായി നിങ്ങൾ കലഹിക്കാൻ പാടില്ല. അതുപോലെ വൈരാഗ്യങ്ങൾ വെച്ച് കൊടുക്കാൻ പാടില്ല. അറബികള് ആരെങ്കിലും ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ ഗോത്രക്കാർ എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ ആ കൊന്ന ആളുടെ ആളെ കൊല്ലും, ഇയാളെ കൊല്ലും, ഇങ്ങനെ കൊന്നുകൊണ്ടേയിരിക്കും. ആദ്യമായി നടന്ന ഒരു കൊലപാതകം, എല്ലാ തരത്തിലുള്ള രക്തപ്പാടുകളും ഇതാ ഞാൻ ഇവിടെ ദുർബലമാക്കിയിരിക്കുന്നു. മൂത്ത വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ മൂത്ത മകൻ ഹാരിസിന്റെ മകൻ റബിയ എന്ന കുട്ടി ഒരു ഗ്രാമത്തിൽ മുലപ്പാൽ കുടിക്കാൻ വേണ്ടി കുട്ടികളെ പറഞ്ഞയക്കുന്ന ഒരു സ്വഭാവമുണ്ട് അറബികൾക്ക്. കുട്ടികൾ നല്ല ഭാഷ പഠിക്കാനും സംസ്കാരം പഠിക്കാനും ഗ്രാമത്തിലെ കുട്ടികൾ, സ്ത്രീകൾ കൊണ്ടുപോയി വളർത്തുന്ന സ്വഭാവം. അങ്ങനെ വളർത്താൻ കൊണ്ട് പോയപ്പോ അവിടത്തെ ഹുദൈൽ എന്ന് പറഞ്ഞ ഒരു ഗോത്രം, അയാൾ എന്ത് ചെയ്തു? ആ കുട്ടിയെ അമ്പ് ചെയ്തു. വേറെന്തോ അമ്പ് ചെയ്ത, പക്ഷെ കുട്ടി മരിച്ചുപോയി. അത് കാരണം ഈ ഗോത്രം ആ ഗോത്രത്തിൽ ആളെ കൊന്നു, ആ ഗോത്രം ഈ ആളെ കൊന്നു. അങ്ങനെ തരം കിട്ടുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നുകൊണ്ട് മക്കയിൽ കലാപത്തെടുക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആദ്യമായിട്ട് ഞാൻ നിരോധിക്കുന്ന എന്റെ കുടുംബത്തിനോടുള്ള പകയുണ്ടല്ലോ, ഇനി ഒരാൾ അതിനുവേണ്ടി പകയ്ക്ക് പോകാൻ പാടില്ല, അത് ദുർബലമാക്കിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇന്നും നമ്മളെ പല സംസ്ഥാനങ്ങളിലും ഈ ജാതികൾ തമ്മിൽ, ഗോത്രങ്ങൾ തമ്മിൽ കുട്ടിപ്പകകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലേ? അത് ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ പലിശ ലോകത്തിനെ കാണുന്നതിന്റെ ഏറ്റവും വലിയ അപകടമാണ് പലിശ. എല്ലാ പലിശയും ഞാൻ ദുർബലമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്തിന്റെ തലയാണ് പലിശ എന്നെനിക്കറിയാം. ഇന്നും അതല്ലേ, ഇന്ന് ലോകത്തിന് നേരിടുന്ന ഫിനാൻഷ്യൽ സെക്ടറിന്റെ പലിശയാണ്, ഇൻട്രസ്റ്റ് ആണ്, അല്ലെ? അന്നും അതായിരുന്നു. അവർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഞാൻ നിർത്തിയിരിക്കുന്നു, ഇനി പലിശ സാമ്പത്തിക ക്രമമല്ല എന്ന് റസൂൽ പറയുകയാണ്.
അള്ളാഹു ആക്രമിക്കപ്പെടുന്നതും അള്ളാഹു നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് പലിശ, എല്ലാ തരത്തിലുള്ള പലിശയും അള്ളാഹു നിരോധിച്ചിരിക്കുന്നു. ആദ്യമായി നിരോധിക്കുന്നു അബ്ദുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബിന്റെ എളാപ്പ, അവിടുത്തെ വലിയ പലിശക്കാരനായിരുന്നു. മൂപ്പർ കുറെ കിട്ടാനുണ്ട്. അപ്പൊ റസൂൽ പറഞ്ഞു, ഞാൻ ആദ്യം നിരോധിക്കുന്ന അബ്ബാസിന്റെ പലിശയാണ്. ഒരാളിന് അബ്ബാസിന് പൈസ കൊടുക്കണ്ട, അബ്ബാസിന് ഒരാളിന് പലിശ കൊടുക്കണ്ട, അത് നിർത്തിയിരിക്കുന്നു. സ്വന്തം കുടുംബത്തിൽ നിന്ന് പ്രാക്ടിക്കലായി കൊണ്ടുവരും. അങ്ങനെ പലിശയെ റസൂൽ ഇന്നും 1400 വർഷമായിട്ടും ഇന്നും ലോകത്ത് പല രാജ്യങ്ങളിലും പലിശ, ഇസ്ലാമിക രാജ്യങ്ങളിലും പലിശയില്ല. അതെ, പ്രത്യേകിച്ച് മക്കയിലും മദീനയിലും. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ റസൂലുള്ളാഹി പറയുന്നു. അങ്ങനെ ലോകത്തെ ഒന്നാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമായി അള്ളാഹു സുബ്ഹാനഹു പ്രവാചകൻ ലോകത്തിന് പഠിപ്പിച്ച വാക്കുകൾ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും പകർന്നു കൊടുക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. إن الحمد لله كثيرا طيبا مباركا فيه ربنا ويرضى وصلى الله وسلم على نبينا محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു റബ്ബിൽ നിന്ന് യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെട്ട് സൂക്ഷിച്ചുകൊണ്ട് പരിപൂർണ മുസ്ലിമായി കൊണ്ട് മാത്രം വിടകൊള്ളണേ എന്ന് സ്വന്തത്തോടൊന്ന് പോലെ വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. അപ്പോൾ ദുൽഹജ്ജിലെ ആ അറഫയെ കുറിച്ചാണ് നൂറുകണക്കിന് കാര്യം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വെറുതെ അള്ളാഹ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ AI പോയിട്ട് ChatGPT ചോദിച്ചു നോക്കാൻ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ പ്രഭാഷണം വേണം എന്ന് പറഞ്ഞ അങ്ങനെ വരും ഹദീസുകൾ ഇങ്ങനെ അർത്ഥത്തോടു കൂടെ അതിനൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടത് അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നതൊക്കെ വായിക്കുക. അത്ഭുതം തോന്നും റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനങ്ങൾ. അങ്ങനെ പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു തുണയ്ക്കുമാറാകട്ടെ. അപ്പോൾ അറഫ നോമ്പാണ് ഏറ്റവും പ്രത്യേകമായ ഒരു കാര്യമാണ്. ഇപ്പോഴും ആൾക്കാർക്ക് സംശയം, എന്നാ അറഫ നോമ്പ്, എന്നാ അറഫ നോമ്പ് ചോദിച്ചുകൊണ്ടേയിരിക്കുക. സഹോദരന്മാരെ, നമ്മുടെ നാട്ടില് നമ്മളെപ്പോഴാ കണക്കാക്കല്, ദിവസം കണക്കാക്കല്, വെള്ളിയാഴ്ച കണക്കാക്കല്? ഇന്നല്ലേ വെള്ളിയാഴ്ച? ഇന്നാണ് വെള്ളിയാഴ്ച അല്ലെ? അമേരിക്കയിൽ ഇന്നാണോ? വ്യത്യാസമല്ലേ? ഇപ്പൊ അമേരിക്കയില് ജുമ നടത്തുന്നുണ്ടോ? രാത്രിയല്ലേ, പകലല്ലല്ലോ. അതുപോലെ തന്നെ നമ്മളെപ്പോഴാ നോമ്പ് തുറക്കല്? മഗ്‌രിബിന്റെ നോമ്പ് തുറക്കല്, ഇശാക്കല്ലല്ലോ. സൗദിയുടെ സമയം നോക്കി എപ്പോഴും നോമ്പ് തുറക്കണ്ടേ? മഗ്‌രിബ് തുറക്കാൻ പറ്റുമോ? സൗദി സമയം നോക്കി നോമ്പെടുത്താ മഗ്‌രിബ് തുറക്കാൻ പറ്റുമോ? ഇല്ല, ഇശാനെ തുറക്കാൻ പറ്റുള്ളൂ. കാരണം അവിടെ എന്താവും? നമ്മളവിടെ ഇശ ആകുമ്പോഴേ അവിടെ മഗ്‌രിബ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ലോകത്ത് എല്ലായിടത്തും അറഫയിൽ നിൽക്കുമ്പോഴാണ് നോമ്പെടുക്കേണ്ടതെന്ന് പറഞ്ഞ് പ്രാക്ടിക്കൽ അല്ല. അങ്ങനെ മതം അള്ളാഹ് പഠിപ്പിക്കില്ല. കാരണം എന്താ? ഈ അറഫ നോമ്പിന്റെ പുണ്യം എല്ലാവർക്കും കിട്ടണം. ഏഷ്യക്കാർക്ക് മാത്രം കിട്ടിയാൽ മതിയോ? യൂറോപ്യന്മാർക്ക് വേണ്ടേ? അപ്പൊ അറഫയിൽ നിൽക്കുമ്പോ മാത്രം നോമ്പെങ്കിൽ യൂറോപ്യന്മാർക്ക് നോമ്പ് കിട്ടോ? അപ്പൊ രാത്രി അല്ല, അവിടെ രാത്രി നോമ്പുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് റസൂൽ പറഞ്ഞത് എങ്ങനെയാ? നിങ്ങളുടെ നാട്ടിൽ സുമോ ബിറുബിയതിഹി വഅഫ്തിറു ബിറുബിയതിഹി. ചന്ദ്രനെ നോക്കിയിട്ട് നിങ്ങൾ നോമ്പെടുക്കുക, ചന്ദ്രൻ നോക്കി നോമ്പ് വിടുക. എല്ലാ നോമ്പിനും അങ്ങനെ തന്നെയാ. നമ്മുടെ നാട്ടിൽ എപ്പോഴാ മാസം കണ്ടത്? അതനുസരിച്ചുകൊണ്ട് ദുൽഹജ്ജ് 9 എപ്പോഴാ വരാ? അപ്പോഴാണ് അറഫ നോമ്പ്. അറഫയിൽ നിൽക്കുമ്പോ നോമ്പെടുക്കുക എന്ന് ഒരു ഹദീസിനുമില്ല, ഖുർആൻ ആയത്തിലില്ല, ഒരു ഹദീസിലില്ല, ഒരു സ്വഹാബികളും പറഞ്ഞിട്ടില്ല, ഒരു മദ്ഹബിന്റെ ഇമാമിയങ്ങളും പറഞ്ഞിട്ടില്ല അറഫയിൽ നിൽക്കുമ്പോഴാണ് നോമ്പെടുക്കേണ്ടത്. ദുൽഹജ്ജ് 9-നാണ് നോമ്പെടുക്കേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴാ മാസം കണ്ടത്? ദുൽഹജ്ജ്. അപ്പോഴാണ് ദുൽഹജ്ജ് 9. ഐക്യദാർഢ്യം, ഇത് രാഷ്ട്രീയം ഇൻഖിലാബെന്നല്ല, സിന്താബ വിളിക്കാൻ. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ആ സംശയം വേണ്ട. നമ്മൾ ദുൽഹജ്ജ് 9 അറഫ നോമ്പെടുക്കുക. ആ നോമ്പെടുത്തിട്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിക്കും. അത് ആത്മാർത്ഥമായി നോമ്പെടുത്ത് നിങ്ങൾ ചെയ്യുന്ന ദുആ ഉണ്ടല്ലോ, അത് അള്ളാഹു സ്വീകരിക്കും. എന്ത് ചോദിച്ചാലും നിയ്യത്ത് നല്ലതാണെങ്കിൽ അത് കിട്ടും. അതുകൊണ്ട് ദുആ വർദ്ധിപ്പിക്കുക. നമ്മുടെ അറഫ ബുധനാഴ്ച ദിവസമാണ്, പെരുന്നാൾ വ്യാഴാഴ്ചയാണ്. പെരുന്നാൾ നിസ്കാരം സാധാരണ നടക്കുന്ന പോലെ ഉള്ള സ്ഥലത്ത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് സമയം നിസ്കാരം കഴിഞ്ഞ് പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ
ആ പെരുന്നാളിന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. റസൂൽ തങ്ങൾ പറഞ്ഞ അറഫയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ ഒരു വാക്കുകൂടെ ഞാൻ പറയുകയാണ്. റസൂൽ പറഞ്ഞു, ഇന്ന ശൈത്താന ഖദ് യഇസ അൻ യുഅബദ ബി അർദികും ഹാദിഹി. ഈ രാജ്യത്ത് പിശാചിനെ ആരാധിക്കുന്നതിൽ അവൻ നിരാശനാണ്. ഒരിക്കലും അവനെ ആരാധിക്കില്ല എന്ന് ശൈത്താൻ അറിയാം. പക്ഷേ മറ്റ് കാര്യങ്ങളിലൊക്കെ ശൈത്താനെ നിങ്ങൾ അനുസരിക്കുന്നത് മാത്രം അവന് മതി. അതുകൊണ്ട് അവൻ തൃപ്തിപ്പെടുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരാധന മാത്രം അള്ളാഹുവിന് പോരാ, അനുസരണവും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അത് അള്ളാഹ്ക്ക് തന്നെയാവണം. അത് ശൈത്താന്റെ ഇഷ്ടപ്രകാരമാകരുത്. അപ്പൊ ശൈത്താൻ ഇഷ്ടപ്പെടുന്ന ആളുകളായി നമ്മൾ ഈ പെരുന്നാളിന്റെ നാളുകളിൽ മാറുന്നത്. നമ്മുടെ ഹെയർ സ്റ്റൈലായാലും ഡ്രസ്സായാലും അതുപോലെ യാത്രയായാലും എല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പെരുന്നാൾ ആഘോഷിക്കുക, ജീവിക്കുക. അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ, വീഴ്ചകൾ കൊടുത്തിരുമാറാകട്ടെ. ഈ പുണ്യദിനങ്ങളിലും പള്ളിയെത്താൻ കഴിയാതെ രോഗികളായിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവരുടെ രോഗത്തിന്റെ യഥാർത്ഥമായ ചികിത്സയും അവർക്ക് ആരോഗ്യമുള്ള ആയുസ്സും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشبع القنا بالنار، ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المصوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان، ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. صلى الله وسلم على محمد وآله والحمد لله رب العالمين.